ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് രണ്ട് വ്യൂ ഉള്ളൂ. ഒന്നല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഡേയിലോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം. പക്ഷേ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇന്നലത്തെ ഹൈ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ സപ്പോർട്ടായിട്ടുള്ള ഏരിയ ബ്രേക്ക് ചെയ്യുന്ന സപ്പോർട്ടല്ല റെസൻസ്, അതായത് 50,569 ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കോൾ സൈഡിലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാമെന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഈ ഒരു ലെവലിൽ താഴെ 50,600 താഴെ, 50,600 കഴിഞ്ഞ ദിവസത്തെ 50,200 താഴെ വരികയാണെങ്കിൽ ചെയ്യാം ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റിൽ ട്രേഡ് പ്ലാൻ ചെയ്യാമെന്നുള്ളതും 50,000 അടുത്ത് ടാർഗറ്റ് വെക്കാം. അതല്ല ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, ഈ റേഞ്ചിനകത്ത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ രണ്ട് സൈഡിലും കോളും പുട്ടും സെല് ചെയ്തിരിക്കാം. ഒരു സൈഡ് വെച്ച് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു വോളറ്റൈൽ മാർക്കറ്റിലെ പ്രോബിലിറ്റി ഉണ്ട് എന്നുള്ളതും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ബ്രേക്ക് അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണ്, അല്ലെങ്കിൽ പിന്നെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ഈ ഒരു ഏരിയ ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഏരിയ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കോൾ സൈഡിലുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാമെന്നുള്ളതും നമ്മൾ ഇന്നലെ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വെച്ച ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഏരിയ ആയിരുന്നു, 50,837 അല്ലെങ്കിൽ ഈ ഏരിയയുടെ അടുത്താണ് നമ്മൾ ചെയ്തത് ട്രേഡുകൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ മാർക്കറ്റിൽ രാവിലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ എന്ത് ചെയ്തു, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു, അതിന് ഫോളോ ത്രൂ കിട്ടി. എല്ലാ ദിവസവും നോക്കിയാൽ മതി, ഫസ്റ്റത്തെ ക്യാൻഡലിന് ഫോളോ ത്രൂ കിട്ടി കഴിഞ്ഞാൽ അത് എന്തുണ്ട്, സെൽ ഓഫ് വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇതുള്ളത് തിരിച്ച് പോയിട്ടുള്ളൂ മാർക്കറ്റ്. അത് ഡൗൺ സൈഡ് ആണെങ്കിൽ ഫുൾ ബാക്ക് തരുന്നുണ്ട്, അല്ലെങ്കിൽ റിവേഴ്സിൽ തരുന്നുണ്ട്. മേലേക്ക് പോകുന്ന മാർക്കറ്റ് ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് തരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇതും കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ കുറച്ച് സമയം ഒരു വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്താൽ പോലും മാർക്കറ്റ് എന്ത് ചെയ്തു, സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് മേലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്തത്. വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തു, ഇന്ന് ഈ ഏരിയയിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ട് മാർക്കറ്റിൽ പ്രീമിയത്തിൽ കാര്യമായിട്ട് മൂവ്മെന്റ് ഒന്നും തന്നില്ല. ഡി കെ മാത്രമാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അത് കോൾ സൈഡിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ ഡി കെ ഉണ്ടായത്. പുട്ട് സൈഡിൽ വളരെ കുറഞ്ഞ ഡി കെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ഏരിയയിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പം ഇവിടുന്ന് എന്താണോ പ്രീമിയം കയറിയത് അത് കയറിയത് അത് കോൾ സൈഡിൽ ഇവിടെ എത്തിയപ്പോൾ എന്തുണ്ടായിരുന്നു, ഈ ഒരു ഏരിയയിൽ എന്താണോ പ്രീമിയം അത് കയറിയിട്ടുണ്ടായില്ല. ഇവിടെ ഉണ്ടായിരുന്ന പ്രീമിയം തന്നെയാണ് ഇങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. അതായത് ഇത്രയും അതിന്റെ മൂവ് ചെയ്തിട്ടും പ്രീമിയത്തിൽ വലിയ വർധന ഉണ്ടായില്ല. പക്ഷെ ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ അത് മുഴുവൻ തിരുത്തുന്ന രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തത് എന്നുള്ളതുകൊണ്ട് നല്ല പ്രോഫിറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. സെൻസെക്സിലും അതുപോലെ തന്നെ സംഭവിച്ചത്. സെൻസെക്സ് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്തതെന്ന് സെൻസെക്സ് ആണ്, 2.5% മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സമയത്ത് പ്രീമിയം മൂവ് ചെയ്യാത്തതുകൊണ്ട് ട്രേഡുകൾ ഒഴിവാക്കി നിൽക്കുന്ന സമയത്ത് വലിയ മൂവ്മെന്റ് ഒന്നും കാണിക്കാതെ ചെറിയ മൂവ്മെന്റ് പുട്ട് സൈഡിലേക്ക് വരുന്ന സമയത്ത് പുട്ട് സൈഡിലെ പ്രീമിയം പമ്പ് ചെയ്യുക, കോൾ സൈഡിലെ പ്രീമിയം ഡൗൺ സൈഡ് പോവുക എന്നുള്ളത് കണ്ടപ്പോൾ നമ്മൾ ട്രേഡിൽ നിന്ന് മാറി നിന്നു. പക്ഷേ ഒരു ബ്രേക്ക് ഔട്ട് തന്ന സമയത്ത്, നമുക്ക് ഈ ഒരു ഏരിയ ബ്രേക്ക് ഔട്ട് തന്ന സമയത്ത് ഇതിൽ ഏകദേശം 100% ഒക്കെയാണ് ഒരൊറ്റ ക്യാൻഡിൽ പ്രീമിയത്തിന്റെ മൂവ്മെന്റ് ഉണ്ടായത്. അപ്പോൾ ഇനി നാളേക്കുള്ള മാർക്കറ്റിൽ നമ്മൾ എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പം നടന്ന കാര്യങ്ങൾ മുഴുവൻ ഇന്നത്തെ കാര്യമാണ് പറഞ്ഞത്. ഇനി നാളെ ഇന്ന് നോക്കിയാൽ അറിയാൻ പറ്റും, നിഫ്റ്റിയും സെൻസെക്സും ഈ നമ്മുടെ മാർക്കറ്റിൽ ഈ സെൽ ഓഫ് സ്റ്റാർട്ട് സെപ്റ്റംബർ 27 മുതൽ ഇന്ന് വരേക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല ഒരു മൂവ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. കോൾ സൈഡിലേക്ക് ഏറ്റവും നല്ലൊരു മൂവ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. ഈ ഒരു റേഞ്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 23,800 അല്ലെങ്കിൽ 850 ഒക്കെ ആയിരുന്നു ഒരു സ്ട്രോങ് സപ്പോർട്ട് ആയിരുന്നു. 24,000 വരെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് ഇതിന് നിഫ്റ്റിയുടെ കേസിൽ. അപ്പോൾ ഇതിന് മുകളിൽ ക്ലോസിംഗ് തരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മേലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്ത് തുടങ്ങാൻ പറ്റും. ഇന്ന് നമുക്ക് ഇനി എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഈ ഒരു ലെവലിന്റെ മുകളിൽ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്താലും ശരി, ഗ്യാപ്പ് ഓപ്പൺ ചെയ്താലും ഇതിന്റെ മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 24,200 24,300 വരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് കൺസോൾട്ടേഷന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് തരും, മാർക്കറ്റ് റിവേഴ്സിൽ വരാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ട്രേഡുകൾ പ്ലാൻ ചെയ്യാത്തത്, സഡൻ സ്പൈക്കുകളിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യാത്തത്. ഇനി വലിയ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഫസ്റ്റ് ഒരു പുൾ ബാക്ക് അല്ലെങ്കിൽ ഒരു റിവേഴ്സൽ വന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് 24,000 മുകളിൽ സപ്പോർട്ട് എടുത്താൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ കോൾ സൈഡിലെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. വലിയ ഗ്യാപ്പ് ഡൗണിൽ എന്ത് ചെയ്യും, ഒരു ഇൻസൈഡ് ക്യാൻഡിൽ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ ട്രെൻഡ് എന്താണെന്ന് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം, അതായത് ഒരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും നമ്മുടെ ട്രേഡുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ഗ്യാപ്പ് ഡൗണിൽ നമ്മൾ സത്യത്തിൽ ട്രേഡുകളൊന്നും നാളേക്ക് പ്ലാൻ ചെയ്യുന്നില്ല. കോളും പുട്ടും സെല് ചെയ്യുക, വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ ഇതാണ് നാളേക്കുള്ള നമ്മുടെ വ്യൂ, അതായത് തിങ്കളാഴ്ചക്കുള്ള. ഇനി നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ നമ്മൾ ഡെയിലി ക്യാൻഡിലൊക്കെ നോക്കുകയാണെങ്കിൽ
ഇതിന് മുമ്പ് ഉണ്ടാക്കിയ ക്യാൻഡിൽസ് നോക്കിയാൽ മതി. ഈ ക്യാൻഡിൽ, ഈ 2 ക്യാൻഡിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേറെ സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽസ് ആണ്. പക്ഷെ അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്, പിന്നെ അതിനുശേഷം മാർക്കറ്റ് പതുക്കെ താഴെ വരുന്ന ഒരു സിനാരിയോ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പം ഇവിടെ ആണെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് പിന്നെ നെഗറ്റീവ് ആണോ എന്നുള്ളത്. ഇവിടെ എന്ത് ചെയ്തുള്ളത്, ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഡൗൺ സൈഡ്, ഇവിടെയും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഡൗൺ സൈഡ്. ഇതാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. നാളെ ഈ സിനാരിയോ ക്രിയേറ്റ് ചെയ്യോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ടും പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോൾ സൈഡിലേക്ക് ട്രേഡ് എടുക്കുന്ന സമയത്ത് ഇതിന്റെ മുകളിൽ വന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഏരിയയുടെ മുകളിൽ ക്യാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ക്ലോസിംഗ് തന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, മേലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്താൽ ഉടനെ എന്ത് ചെയ്യും, ഡൗൺ സൈഡ് വരാനുള്ള സിനാരിയോ ഉണ്ട് എന്നുള്ളതുകൊണ്ട് വലിയ ട്രേഡുകൾ നമ്മൾ ഫസ്റ്റ് ടൈം പ്ലാൻ ചെയ്യുന്നില്ല. ഈ ഒരു സപ്പോർട്ടിന് മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ കോൾ സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ട്രേഡുകളൊന്നും ചെയ്യുന്നില്ല. ഇനി ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്താലും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റ് ചെയ്യാനാണ്, മേലേക്ക് പോകാൻ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ ഒരു പുൾ ബാക്ക് എന്ത് ചെയ്യും, നമ്മൾ ട്രേഡ് പോകും. ഇല്ല ഇവിടെ ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് ക്യാൻഡിൽ റെഡ് ആണെങ്കിൽ നമ്മൾ നാളത്തെ ഡൗൺ സൈഡ് ട്രേഡ് എന്ത് ചെയ്യും, ഈ ഒരു ഏരിയക്ക് താഴേക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ വേറെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഇപ്പോൾ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തു ഡൗൺ സൈഡ് വരികയാണെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല. അതേപോലെ ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നാൽ നമ്മൾ എന്ത് ചെയ്യില്ല, ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. ഈ ഒരു ഏരിയയുടെ താഴെ വന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ഇത്രയും ദൂരം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കൺസോൾട്ടേഷന് ശേഷം ബ്രേക്ക് ഡൗൺ കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ബ്രേക്ക്ഔട്ട് ട്രേഡുകളായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ബ്രേക്ക്ഔട്ട് ട്രേഡുകളിൽ കൺസോൾട്ടേഷൻ ശേഷം ആയിരിക്കണം ഏറ്റവും നല്ല ട്രേഡ്. ഇനി ഈ ഒരു ട്രേഡ് രാവിലെ ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് മോർണിംഗ് സെഷനിൽ ഇവിടെ ഹോൾഡ് ചെയ്തു, അതിനുശേഷം ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്തു, ഉച്ചയ്ക്ക് ശേഷമാണ് ബ്രേക്ക്ഔട്ട് തരുന്നത് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ചെറിയ സ്റ്റോപ്പ് ലോസിൽ ട്രേഡ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ ഒരു മാർക്കറ്റ് വ്യൂ എന്നുള്ളത്. അപ്പോൾ ഇനി തിങ്കളാഴ്ച മാർക്കറ്റ് ഉള്ളൂ എന്നുള്ളതുകൊണ്ട് തിങ്കളാഴ്ചക്കുള്ള വ്യൂ ആണ്. അപ്പോൾ ഇന്ന് ഗ്ലോബലി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് അഗെയിൻസ്റ്റ് മാർക്കറ്റ് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അദാനി ഗ്രൂപ്പിനെതിരെ USA അല്ലെങ്കിൽ അദാനിക്കെതിരെ USA ഗവൺമെന്റ് കേസ് രജിസ്റ്റർ ചെയ്തത് കാരണം ഇന്നലെ മാർക്കറ്റ് ഒരു നല്ല സെൽ ഓഫ് ക്യാൻഡിൽസ് ഫസ്റ്റത്തെ 2 ക്യാൻഡിൽ തന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 ലക്ഷം കോടിയുടെ നഷ്ടം പിന്നെ അദാനിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, സൈഡ് വൈസ് ആയിട്ട് തീർന്നു എന്നുള്ളതാണ്. അതിനും ശേഷം കെനിയ അദാനി കൊടുത്ത 2 കരാറുകൾ റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ റിപ്പീറ്റ് ചെയ്ത് ഒരേ കാരണം കൊണ്ട് രണ്ടാമത്തെ പ്രാവശ്യം മാർക്കറ്റ് പൊട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതുകൊണ്ട് അദാനി സ്റ്റോക്സിൽ ചിലപ്പോൾ അത് ഇമ്പാക്ട് ഉണ്ടാക്കിയേക്കാം. പക്ഷെ മാർക്കറ്റ് സംബന്ധിച്ചത് രണ്ടാമത്തെ ന്യൂസ് ആയതുകൊണ്ട് പിന്നെ അത് ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇനി മാർക്കറ്റ് നാളെ മേലേക്ക് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നമ്മളെ സംബന്ധിച്ച് ഒരു ചെറിയ മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത. ഇനി നാളെ ഹോൾട്ട് ക്യാൻഡിലായിട്ട് കൺവേർട്ട് ആവുകയാണ്, ആ ഒരു ഡൗൺ സൈഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും, മാർക്കറ്റ് ബിയറിഷ് മോഡിലേക്ക് മാറാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റിന്റെ എല്ലാ വ്യൂസും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.